നമസ്കാരം. തെക്കോടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് കേരളത്തിന് ഒരു പ്രത്യേക ദിനമാണ്. പുതിയ മുഖ്യമന്ത്രിയുടെ പേര് പുറത്തു വന്നിരിക്കുന്നു. 11 ദിവസത്തിന് ശേഷം 10 ദിവസം എനിക്കൊന്ന് 10 ദിവസത്തിന് ശേഷം തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ വന്നതിന് ശേഷം പൊതുവെ ജനഹിതം എന്ത്, ഞങ്ങൾ നേരത്തെ സംസാരിച്ചപ്പോൾ ജനഹിതനാകുമോ മുഖ്യമന്ത്രി എന്ന് ചോദിച്ചിരുന്നു, എന്ന് ഒരു സംശയം പ്രകടിപ്പിച്ചിരുന്നു. അന്ന് ഞങ്ങൾ രണ്ടുപേരും എഗ്രി ചെയ്തത് ജനഹിതം തന്നെ ആയിരിക്കും ഇതിനുള്ള മാനദണ്ഡം. ശ്രീ മാധവൻകുട്ടിയും ഞാനും മനസ്സിൽ കരുതിയത് ശ്രീ സതീശന് തന്നെയായിരുന്നു. അതങ്ങനെ തന്നെ ഹൈക്കമാൻഡിൽ കൂടെ വന്നപ്പോൾ ഞങ്ങളുടെ തന്നെ ഒബ്സർവേഷൻ, ഞങ്ങളുടെ തന്നെ പൊളിറ്റിക്കൽ ഇൻസൈറ്റ് ശരിയാണോ എന്ന് ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകുന്നുള്ളൂ. അത് അങ്ങനെ വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് ഈ പ്രോസസ്സ്, ഇത്രയും ലെങ്തി പ്രോസസ്, അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത് കേരളത്തിലെ ജനങ്ങൾ ദേശീയ ഈ രാഷ്ട്രീയത്തിൽ ഇങ്ങനെയുള്ള ഡിസിഷൻസിന്റെ പറ്റി യാതൊരു ക്ലൂവും ഇല്ലാത്തതുകൊണ്ടാണോ? അതിനൊരു കാരണം ഞാൻ കേട്ടിട്ടത്, ഞാൻ പലരോടും എൻ്റെ മീഡിയ സുഹൃത്തുക്കൾ, മലയാളികളായ മീഡിയ സുഹൃത്തുക്കളോട് പറഞ്ഞു, സതീശൻ ഇലക്ഷൻ റിസൾട്ടിന് മുമ്പേ ഒരു പ്രൈവറ്റ് ജെറ്റിൽ കയറി കേരളത്തിന് വെളിയിൽ പോയി എന്ന് സഖാക്കളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ, അത് അദാനിയുടെയാണ് മറ്റേതാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അദ്ദേഹം എവിടെ പോയി, ആരെ കണ്ടു എന്ന് ആർക്കും ഒരു നിശ്ചയമില്ല. ഞാൻ ഡൽഹിയിൽ കേട്ടത് രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ വിളിപ്പിച്ചിരുന്നുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് സതീശൻ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് കേരളത്തിൽ ഇരുന്നത് എന്ന് ഞാൻ കേട്ടു. അപ്പോൾ ഒന്ന്, ഈ ബിൽഡപ്പിന്റെ പുറകിൽ താങ്കൾ പറയുന്ന പോലെ മലയാളം മീഡിയയുടെ ഈ ഹെഡ്ലൈനിന് പുറകെ പോകാനുള്ള ഒരു ആവേശം, അതായത് ഈ പ്രൈവറ്റ് ജെറ്റിൽ പോകുന്നവരുടെ പേര് കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ് നിങ്ങൾക്ക് എയർപോർട്ടിൽ ഒരു കോണ്ടാക്ട് ഉണ്ടെങ്കിൽ. അതുപോലെ തന്നെ അവിടെ ഏത് എയർപോർട്ടിൽ പോയോ അവിടെ ശ്രീ രാഹുൽ ഗാന്ധിയുടെ പ്രൈവറ്റ് ജെറ്റിൽ ലാൻഡ് ചെയ്തിരുന്നോ എന്ന് കണ്ടുപിടിക്കാനും പ്രയാസമില്ല. പക്ഷെ ആരും അതിന് മെനക്കെടുന്നില്ല. എല്ലാവരും ഓരോ കെ.സി. വേണുഗോപാലിന്റെ പുറകിലും രമേശ് ചെന്നിത്തല പുറകിലും ഒക്കെ ഇങ്ങനെ അണിനിരക്കുകയായിരുന്നു. എന്താണ് സാർ ഇത് കാണിക്കുന്നത്? നമ്മുടെ ഈ ഒരു പാർട്ടിയുടെ പ്രോസസ്, ഇപ്പം ഇടതുപക്ഷമാണെങ്കിൽ പോളിറ്റ് ബ്യൂറോ തീരുമാനിക്കണം, സെൻട്രൽ കമ്മിറ്റി അത് ഓക്കെ ചെയ്യണം. അങ്ങനെ ഒരു പ്രോസസ് ചില പാർട്ടികൾക്കൊക്കെ ഉണ്ട്. BJP ആണെങ്കിലും ഇവിടെ അവരുടെ രാഷ്ട്രീയ കാര്യകാര സമിതി തീരുമാനിക്കണം. അപ്പൊ ഈ പ്രോസസ്സിനെ ജനങ്ങൾ ഒരു വില്ലനാക്കിക്കൊണ്ടാണ് ഒത്തിരി പേരോട് സോഷ്യൽ മീഡിയയിൽ എനിക്ക് തന്നെ പറയേണ്ടി വന്നു, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് ഒരാൾ ഇന്ന് പോസ്റ്റ് ചെയ്തിരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആകാനുള്ള യോഗ്യത പോലും ഇല്ല. അപ്പം എനിക്ക് ഭയങ്കരമായ ഒരു ദേഷ്യമുണ്ടായി. അതായത് ഇവരുടെ ഈ പ്രോസസ്സിനെ കുറിച്ച് യാതൊരു ബോധമില്ലാതെയാണ് ഇങ്ങനെയൊക്കെ എഴുതി വിടുന്നത്. അപ്പൊ എന്താണ് സാർ ഈ പ്രോസസ്സിനെ കുറിച്ചുള്ള, അല്ലെങ്കിൽ ഈ തീരുമാനത്തെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം? നന്ദി ചെറിയാൻ പറഞ്ഞ നല്ല വാക്കുകൾക്ക്. അതായത് ഈ കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച നിമിഷം മുതൽ ഒരു നിമിഷം എനിക്ക് സംശയമുണ്ടായിരുന്നില്ല ഈ തിരഞ്ഞെടുപ്പ് സഖാവ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ പറ്റിയുള്ള ഹിതപരിശോധന ആയിരിക്കുമെന്ന്. താങ്കൾക്ക് ഈ സംഭാഷണത്തിന്റെ ആർക്കൈവുകൾ താങ്കളുടെ കയ്യിലുണ്ടെങ്കിൽ താങ്കൾ ഒന്ന് പുറകോട്ട് പോയി നോക്കിയാൽ അത് മനസ്സിലാവും. ഏത് മാധ്യമ പ്രവർത്തകനും ഒബ്ജക്റ്റീവായിട്ട് വസ്തുനിഷ്ഠമായി സ്വതന്ത്രമായി മാധ്യമ പ്രവർത്തനം നടത്തുന്ന ആർക്കും, ഞാൻ ഒരു റിട്ടയർഡ് മാധ്യമ പ്രവർത്തകനാണ്, ദൈനംദിന മാധ്യമ പ്രവർത്തനം നടത്തുന്നില്ല, എങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ സ്വഭാവവും അതിനെതിരായിട്ടുണ്ടാക്കാവുന്ന നമ്മൾ പറഞ്ഞ വിപരീത തരംഗവും സൂചിപ്പിക്കാൻ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. ഇത് ജനങ്ങളോട് ചെയ്യുന്ന വലിയ ഒരു മാധ്യമ പ്രവർത്തനം ജനങ്ങളോട് ചെയ്യുന്ന വലിയ തെറ്റാണ്. ആദ്യം തിരഞ്ഞെടുപ്പിന്റെ ഫലം എന്താകുമെന്ന് സൂക്ഷ്മമായി മനസ്സിലാക്കാനുള്ള കഴിവ്, ഒരു തരംഗം അടിയിൽ രൂപപ്പെടുന്നത് മനസ്സിലാക്കാനുള്ള കഴിവ്, അത് പറയാനുള്ള ധൈര്യം, നമുക്കെന്തോ നമ്മളുടെ ഒരു അനുഭവ പരിചയം കൊണ്ടോ നമ്മളുടെ എന്തെല്ലാം ഒരു പക്ഷെ ഭാഗ്യവും ഉണ്ടാവാം. ഇങ്ങനെ ഇത് പിണറായി വിജയനുള്ള ഹിതപരിശോധനയാണെങ്കിൽ ഇത്
VD സതീശന്റെ അതേ ഹിതപരിശോധനയായിരുന്നു. അതും താങ്കൾ ഇനി ഞാൻ ധൈര്യമായിട്ട് പറയാം. കാരണം എന്തെല്ലാമാണോ പിണറായി വിജയൻ പ്രതിനിധാനം ചെയ്തത് അതിന് കട്ടക്ക് വിരുദ്ധമായി ജനങ്ങളും കോൺഗ്രസിനും UDF-നും വോട്ട് ചെയ്ത ആളുകൾ കണ്ടത് VD സതീശനെയാണ്. അതുകൊണ്ട് ഒരു നിമിഷം പോലും എനിക്ക് താങ്കളുമായിട്ടുള്ള സംഭാഷണങ്ങളിൽ സംശയം ഉണ്ടായിരുന്നില്ല, അത് VD സതീശൻ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് നമ്മളുടെ ഒരു അറിയുന്നതിന് എന്താണ് പറയുന്നത്, ഒരു ആന്റിന വേണം, ഒരു റഡാർ വേണം, നിങ്ങൾക്ക് ബന്ധങ്ങൾ വേണം രാഷ്ട്രീയ നേതാക്കളുമായി. ഒരു ബന്ധവുമില്ലാതെ ആങ്കർ ഒരു ചാനലിന്റെ മുറിയിൽ സ്റ്റുഡിയോയിൽ 24 മണിക്കൂറും ഇരുന്ന് മൈക്കിന്റെ മുമ്പിൽ മാത്രം ഓടി നടക്കുന്നവർക്ക് രാഷ്ട്രീയ വിശകലനം സാധ്യമല്ല. നുണക്കഥകൾ. ഇപ്പൊ BM ഫറൂഖിന്റെ വീട്ടിൽ സതീശൻ പോയതിനെ പറ്റി താങ്കൾ പറഞ്ഞു. ആരാണ് BM ഫറൂഖ്? BM ഫറൂഖ് കഴിഞ്ഞ തവണ വരെ MLC ആണ്, കോൺഗ്രസിന്റെ. സതീശന്റെ വ്യക്തിപരമായ അവരുടെ കുടുംബ സുഹൃത്താണ്. അതിനെ എങ്ങനെ വളച്ചൊടിച്ച് അവിടെ അദാനി ഗ്രൂപ്പിന്റെ ചെയർമാൻ ആ വീട്ടിൽ ഉണ്ടായിരുന്നു എത്ര മണിക്കൂറുകൾ ഒരു ഡ്രോയിങ് റൂമിൽ. ആ ഡ്രോയിങ് റൂമില് കണ്ടാൽ നിങ്ങൾക്കറിയാം എന്ത് ഗൂഢാലോചനയാണ് അവിടെ നടക്കുന്നത്. ഇവർ VD സതീശനെ കരിതേക്കാൻ വേണ്ടി ഉണ്ടാക്കിയ നിരവധി അത് CPIM-ന്റെ അണികളാണ് ഇത് പ്രചരിപ്പിച്ചിരുന്നത്. ഏറ്റവും വീണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ നൈതികതയ്ക്കും വിരുദ്ധമാണ് കോൺഗ്രസിനകത്ത് നടക്കുന്ന ഒരു ചേരിപ്പോരിൽ പക്ഷം പിടിച്ചുകൊണ്ട് പങ്കെടുക്കുക. ഞാൻ എൻ്റെ ഒരു രാഷ്ട്രീയ അനുഭവത്തിൽ ഞാൻ ഇതിനു മുൻപ് ഇങ്ങനെ കണ്ടിട്ടില്ല. വാസ്തവത്തിൽ CPM പരിശോധിക്കുമ്പോൾ, ഇനി അവരുടെ പരാജയം കേരളത്തിൽ പരിശോധിക്കുമ്പോൾ, ഈ നുണയന്ത്രങ്ങളെ എങ്ങനെ നിയന്ത്രിക്കണം. വ്യക്തിവിദ്വേഷങ്ങളല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഇടതുപക്ഷത്തിന്റെയും ശത്രുക്കൾ. ആശയങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും പ്രവർത്തനവുമാണ്. അല്ലാതെ സതീശൻ എന്ന ഒരു ശത്രുവിനെ സങ്കല്പിച്ചുകൊണ്ട് അത് അയാളെ തോൽപ്പിക്കാൻ വേണ്ടി നിങ്ങൾ തോറ്റിട്ടും തോൽപ്പിക്കാനായി ഇറങ്ങുന്ന ഒരു ഇടതുപക്ഷത്തിന്റെ സ്വയം വിമർശനത്തിൽ ഇതുകൂടി പെടുത്താം. VD സതീശൻ എന്നെ സംബന്ധിച്ചോളം കോൺഗ്രസ്സിലെ വളരെ വ്യക്തമായ ആശയം, അതായത് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു, ഞാൻ നെഹ്റുവിയൻ ലെഫ്റ്റിസ്റ്റ് ആണ് എന്ന് പറയുന്ന ഒരു വ്യക്തമായ ഒരു പൊസിഷൻ, പൊളിറ്റിക്കൽ പൊസിഷൻ കൊണ്ടുവന്ന ഒരു നേതാവാണ്. അത് ബാക്കിയുള്ള നേതാക്കളിൽ നിന്നും നമ്മൾ കേൾക്കാറില്ല. അങ്ങനെ മാത്രമല്ല, ഒരു സാമുദായിക നേതാവിന്റെ തിണ്ണ നിറങ്ങാൻ ഞാൻ പോകയില്ല പറയുന്നു. ഈ രണ്ട് സംഗതികൾ കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്തു എന്നാണോ നമ്മൾ കരുതേണ്ടത്? അതെ, തീർച്ചയായിട്ടും ചെറിയാനത് എത്രയോ ചർച്ചകളിൽ സംഭാഷണങ്ങളിൽ നമ്മൾ കൊണ്ടുവന്നതാണ്. എന്താണ് സതീശന്റെ ശക്തി? കേരളത്തിലെ ജാതി വിരുദ്ധ മതനിരപേക്ഷ മനസാക്ഷിയും സതീശന്റെ രാഷ്ട്രീയവുമായി യോജിച്ചു വന്നു. അതാണ് ഇതിന്റെ കാര്യം. രണ്ട് ബിംബങ്ങളാണ് തകർന്നുടഞ്ഞത്. അത് നമ്മൾ ജനങ്ങളോട് പറയണം, അത് മാധ്യമങ്ങൾ പറയണമെന്നില്ല. ഒന്ന്, സുകുമാരൻ നായർ ഇപ്പോഴും കോൺഗ്രസിൽ മുസ്ലിം ലീഗ് ഇടപെടുന്നു എന്ന് പറയുകയും സ്വയം NSSന്റെ നേതാവായി ഇന്നയാൾ വരണം എന്ന് പറയുകയും ഒരാൾ വന്നയാൾ ശരിയല്ല എന്നും പറയുകയും ചെയ്യുന്ന ജാതി മുഖ്യന്മാരുടെ ഇടപെടൽ. അതാണ് കേരളത്തിലെ ജനത പൊളിച്ചു കൊടുത്തത്. ഈ ഹൈക്കമാൻഡും ഇന്ന് ചെയ്തത് വാസ്തവത്തിൽ അതാണ്. സുകുമാരൻ നായരെയും വെള്ളാപ്പള്ളിയെയും പോലും അരമനകളുടെയും ഉസ്താദന്മാരുടെയും രാഷ്ട്രീയം മലയാളി, സാധാരണ മലയാളി, മതനിരപേക്ഷ മലയാളി, ജാതി വിരുദ്ധ നാരായണീയ മലയാളി, ഇപ്പൊ ഈ സമയത്ത് ഓർക്കേണ്ടത് നമ്മൾ ശ്രീനാരായണ ഗുരുവിനെയാണ് നമ്മൾ ഓർക്കേണ്ടത്. അദ്ദേഹം ഉൽപ്പാദിപ്പിച്ച നവോത്ഥാന മൂല്യങ്ങൾ മലയാളി ഉള്ളിൽ സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഈ തെരഞ്ഞെടുപ്പ് UDF-ന് കിട്ടിയ ഇടതുപക്ഷ വോട്ടുകളുടെ സംഖ്യയും ഈ തെരഞ്ഞെടുപ്പിന് ഹൈക്കമാൻഡിനെ പ്രേരിപ്പിച്ച ബഹുജന സമ്മർദ്ദവും.